ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒരു വെറൈറ്റി ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചിക്കൻ കഴുകി വൃത്തിയാക്കി ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിൽ ഞാൻ ബാക്കി മസാലകളൊക്കെ ഇട്ടിട്ടുണ്ട്. ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, മസാലപ്പൊടികളായ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഉപ്പ്, ഒരു ശകലം വിനാഗിറും കൂടെ ഒഴിച്ച് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ മസാലകളെല്ലാം ഇട്ട് നല്ലോണം നമുക്ക് മിക്സ് ചെയ്യാം. ഇത് എല്ലാ കഷ്ണത്തിലും മസാല നല്ലോണം പിടിക്കണം. നാരങ്ങ നീര് അല്ലെങ്കിൽ വിനെഗർ ഒഴിക്കുക. ഞാൻ വിനെഗർ ഒഴിച്ച് എൻ്റെ അടുത്ത് നാരങ്ങ ഇല്ലായിരുന്നു, അതുകൊണ്ട് ശകലം വെളിച്ചെണ്ണയും കൂടെ നല്ലോണം ഞെരടി ഒന്ന് മസാല പിടിച്ചിട്ട് ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങാം. ചീനച്ചട്ടി വെച്ച് എണ്ണ ചൂടായി അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുവൊക്കെ പൊട്ടി തീരാറാകുമ്പോൾ നമുക്ക് അതിലേക്ക് തേങ്ങ കൊത്തിട്ട് കൊടുക്കാം. ഇത് കുറച്ച് വെച്ചിട്ടിടണം. തേങ്ങ കൊത്ത് ചീനിച്ചട്ടി കടുക് പൊട്ടി കഴിഞ്ഞാൽ തേങ്ങ കൊത്തിട്ട് കൊടുക്കാം. ഇന്നത്തെ കുക്കിംഗ് എൻ്റെ മൂത്ത മകളുടെ വകയാണ്. മൂത്ത മക്കളൊരാഗ്രഹം കുക്കിംഗ് പഠിക്കണമെന്ന്. അപ്പം ആട്ടേന്ന് ഞാൻ വിചാരിച്ചു. ഇതൊരു ശകലം ചുവന്ന നിറമാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചിക്കൻ മസാല വരട്ടി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. നമ്മുടെ തേങ്ങക്കൊത്തൂടെ ബ്രൗൺ നിറമായി വരും. ഒരുപാടങ്ങും ബ്രൗൺ നിറമാക്കരുത്. ഇത് പരുവമാണ്. ഇതാണ് തിന്നാനൊരു ടേസ്റ്റ്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. 1 ഹവറായി. നമുക്കിത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ച് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിത് ചെറു തീയിൽ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. തിരി കൂട്ടരുത്, അപ്പോൾ വേഗത്തില്ല, പെട്ടെന്ന് അത് കരിഞ്ഞു പിടിക്കും. അപ്പോൾ നമുക്ക് ചിക്കൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇടയ്ക്ക് ഒന്ന് തുറന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെ അത് അടുക്കി പിടിക്കും. ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ചിക്കൻ ഏകദേശം ഹാഫ് വേവ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ചിക്കൻ ഒരിക്കലും വെള്ളം ഒഴിക്കരുത്. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. ഇനി കുറച്ച് വെച്ച് വേവിച്ച് അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. ആദ്യം ഇവിടെ ഒരിക്കലും ചിക്കനിൽ വെള്ളം ചേർക്കരുത്, അതിൻ്റെ ടേസ്റ്റേ പോകും. നമുക്കൊന്നുകൂടെ അടച്ച് വെച്ച് വേവിച്ചാൽ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അങ്ങനെ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് നല്ലോണം ഇളക്കി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് അടച്ച് വെക്കാം. ആയപാടി ഇത് കടിക്കരുത്. ഒന്ന് 5-10 മിനിറ്റ് അത് മസാലയൊക്കെ നല്ലോണം ഒന്ന് പിടിച്ചതിന് ശേഷം ഏത് കറിയായാലും അതാണ് ടേസ്റ്റ്. നമുക്ക് അടച്ച് വെച്ച് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.